ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പഴയ ദുബായിലോട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാത്രേ പഴയ ദുബായ്. ഇവിടുത്തെ ഡെവലപ്മെൻറ്റോടാത്രേ പുതിയ ദുബായ് ഉണ്ടായത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ടാണ് വ്ളോഗ് ചെയ്യാൻ നടക്കുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഫുഡ് കോർട്ടാണ് മെയിൻ. ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യകളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് സിറ്റി. പക്ഷെ ഈ ആരാധന മുന്നിൽ നല്ലൊരു പള്ളി സെറ്റപ്പുണ്ട്. ആരാധനയിലൊക്കെ നോക്കലും തിരക്കാണ്. നാണിയാക്കാൻ്റെ ഫേമസ് ഹോട്ടൽ ആരാധനയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഏതാ പ്രസ് മീറ്റ് ആണോ? പ്രസ് മീറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ കണ്ടതാണ്, മറ്റേ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ നിൽക്കുക. ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ഇത് ധൈര്യയിലാണ്. ഇത് 10 റിയാൽ 9 എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതാണ് 5 റിയാലിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കടയാണ്. റിയൽ ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഫ്രീലാൻഡ് അല്ല, ഫ്രീലാൻഡ്. ഫുൾ 5 റിയാലും 10 റിയാലും 15 റിയാലും ഒക്കെ അല്ലായിരുന്നു. ഇതന്നെ അതൊരു പഴയ ദുബായ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് മാത്രമേ ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നെ ദുബായ് ഡെവലപ്പായതൊക്കെ ഇവിടുന്നാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ നമ്മളെ സുഹൃത്തിനോട് ചോദിച്ചിട്ട് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ പഴയൊരു ദുബായ് അത് എത്രയോ കാലം അത് ബിൽഡിങ്ങുകളൊക്കെ നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അതൊക്കെ. ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് ബംഗാളികളാണ് കൂടുതൽ ഞാൻ കണ്ടത്. ബംഗ്ലാദേശിയരാണ് കൂടുതൽ കണ്ടത്. ഡയറി കൂടി ഇങ്ങനെ നടക്കണേ ഞങ്ങള്. ഒരു ടൈം പാസ് അത്ര തന്നെ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. വെറുതെ നേരെ ഒന്ന് കാണണം എന്നൊക്കെ നല്ലൊരു പൂതി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വട്ടം വന്നതാണ്. ഇവിടെ വന്നൊരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പോയതാണ്. പക്ഷെ വീഡിയോ എടുത്ത് പോയിട്ട് അന്നും ഞങ്ങൾ പിന്നെ അത്രയ്ക്ക് വലിയ ഫോക്കസൊന്നും കൊടുത്തില്ല. കാരണം അന്നൊന്നും അത്രയ്ക്കൊരു എയിം ഇട്ടിരുന്നില്ല നമുക്ക്. നമ്മൾ വന്ന ഉടനെ. അപ്പം പിന്നെ ഇവിടെ 2-3 വട്ടമൊക്കെ വന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ആരാധനയിലോട്ടാണ് പോയിരുന്നത്. ആരാധനയായിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് വലിയ കേട്ടോ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞ പോലെ അത് വീഡിയോ ഇട്ടതാണ്. അപ്പം അവിടുന്ന് പാട്ടും ഇതൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ തയ്യാറിക്കാൻ പോകുന്നത് അതാണ് ഗോൾഡ് സൂക്കിൻ്റെ. ഇവിടെയാണ് ഇറങ്ങല്. ഇവിടെയാണ് അതിൻ്റെ മെട്രോ കയറാൻ പോകുന്നത് ഞങ്ങൾ. അപ്പുറത്താണ് മെട്രോ. ഇത് ദുബായിലെ ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അത് 5 സ്റ്റാർ ഹോട്ടല് ദുബായിലെ ഫസ്റ്റ്. ട്രാഫിക് തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ ഗോൾഡ് സൂക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉണ്ട് മുട്ടിപ്പാട്ട്. അത് കണ്ണൂർക്കാരെ ശൈലി പറഞ്ഞ മുട്ടിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം ഉഷാറാണ്. കാരണം നല്ല ഹിന്ദി പാട്ടൊക്കെ പാടിക്കൊണ്ട് ആൾക്കാർക്ക് ഒരു ഹോട്ടലാണ്. അത് ഹോട്ടലിൽ ചിലപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകലുണ്ട് അത്രേ. പക്ഷേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ പാട്ടും കേട്ട് ഇങ്ങനെ നിൽക്കണം. പക്ഷേ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താത്തത് പറയുന്നുണ്ടല്ലോ കേട്ടോ. കോപ്പി റൈറ്റ് വരുന്ന എഴുതിയിട്ട് തന്നെ. കാരണം നമ്മൾ പാട്ടിട്ട വീഡിയോക്കൊക്കെ കോപ്പി റൈറ്റ് വന്നിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു പാടുന്ന പാട്ടും പുതിയ പുതിയ പാട്ടുകളാണ്. പിന്നെ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാനും നല്ല സുഖമുള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ട് പുറത്തും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ആൾക്കാരൊക്കെ നിൽക്കണ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് എന്താ സംഭവം എന്നില്ലേക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട് ഈ പാട്ടൊക്കെ. പക്ഷെ ഇത്ര ആൾക്കാരൊന്നും കൂടുന്നില്ലെന്ന് നമുക്കറിയില്ല. കാരണം ഈ മുട്ടിപ്പാട്ടല്ലേ. ഞങ്ങളത് കുറച്ച് നേരമൊക്കെ കേട്ടിങ്ങനെ നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും പോകുന്നു കേട്ടോ തിരിച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടില്ലേ. വീഡിയോക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ ശരിയാക്കുന്നതാണ്.